ഹായ് ഓൾ, ഇന്ന് നമ്മളുടെ സോഷ്യലാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മുടെ സോഷ്യലിൽ നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. ഇന്ന് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലേ. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി മെഡീവൽ ഇന്ത്യയെ പറ്റിയിട്ടാണ് കേട്ടോ. സോ മെഡീവൽ ഇന്ത്യന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 500 to 1500 CE. നോട്ട് ചെയ്യാം കേട്ടോ. 5000 to 1500 CE. അതിൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിനെ നോക്കിക്കേ. 1206 to 1526 CE. കറക്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ. ഇറ്റ് വാസ് എ മുസ്ലിം കിങ്ഡം ദാറ്റ് റൂൾഡ് മച്ച് ഓഫ് ഇന്ത്യ. ഇന്ത്യയെ ഒരുപാട് കാലം ഭരിച്ചിരുന്ന മുസ്ലിം കിങ്ഡം ആണ് ഈ ഡൽഹി സുൽത്താനേറ്റ്. ഇനി അതിൻ്റെ ഫൗണ്ടിങ്ങും ഏർലി റൂളേഴ്സ് ഒക്കെ ആരാ നോക്കിയൊക്കെ. നമ്മുടെ ഇതിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ആരാറിയോ? കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് കേട്ടോ. കുത്തുബുദ്ദീൻ ഐബക്ക്. അതായത് എത്ര കാലഘട്ടം ഭരിച്ചേ? 1206 to 1210 CE. പിന്നെന്താ പറയുന്നത്? നെക്സ്റ്റ് ആളാണ് അരം ഷാ. അരം ഷാ ചെയ്തത് അരം ഷാ ആണ്. 1210 to 1211 CE. നോട്ട് ചെയ്യുക. ഇനി ഇൽത്തുമിഷാണ് 1211 to 1236 CE. അവിടെ എന്ത് ചെയ്തു? ഹി എക്സ്പാൻഡ്, ആ എംപയർ എക്സ്പാൻഡ് ചെയ്തു അല്ലേ, ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് നൊബിലിറ്റി. ഇനി റസിയ സുൽത്താൻ 1236 to 1240 CE. നമ്മളുടെ റസിയ സുൽത്താൻ ആണ് ആര്? ഫസ്റ്റ് ഫീമെയിൽ റൂളർ. ഓക്കെ ആണല്ലോ. നോട്ട് ചെയ്യാട്ടോ. ഇനി അടുത്തത് നോക്കി നോക്കാം നമുക്ക്. അടുത്തത് നോട്ടബിൾ സുൽത്താൻസ്. ആ കാലഘട്ടത്തിലെ നോട്ടബിൾ സുൽത്താൻസ് ആരൊക്കെയാണ്? അലാവുദ്ദീൻ ഖൽജി അല്ലേ. 1296 to 1316 CE. അദ്ദേഹം എന്ത് ചെയ്തു? എക്സ്പാൻഡഡ് എംപയർ എക്സ്പാൻഡ് ചെയ്തു, എക്കണോമിക് റീഫോംസ് ഒക്കെ ചെയ്തു. ഇനി അടുത്ത ആളാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ, 1325 to 1351 CE. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആൻഡ് ടോക്കൺ കറൻസി. ഇനി നമ്മൾ അടുത്ത ആളാണ് ഫിറോസ് ഷാ തുഗ്ലക്. 1351 to പിന്നെന്താണ് 1388 CE. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കി നോക്കാം. അപ്പോൾ ആരൊക്കെയാണ് നോട്ടബിൾ സുൽത്താൻസ് നോക്കി വെക്കണേ? ഏതൊക്കെയാണ്? അലാവുദ്ദീൻ ഖിൽജി, പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്, പിന്നെ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് നോട്ടബിൾ സുൽത്താൻസ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ. അവിടുത്തെ ഭരണം എന്താണ്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണമായിരുന്നു. നൊബിലിറ്റി ആൻഡ് ഗവർണേഴ്സ്. നൊബിലിറ്റി അറിയപ്പെടുന്നത് അമേഴ്സ് ആൻഡ് ഗവർണേഴ്സിന് വാലീസ് എന്നറിയപ്പെടുന്നത്. പിന്നെ റവന്യൂ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതായത് ലാൻഡ് ടാക്സ്, ജിസിയ, അതായത് ടാക്സ് ഓൺ നോൺ മുസ്ലിംസിൻ്റെ മേലുള്ള ടാക്സ് ആണ് ഈ ജിസിയ എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഫോർത്ത് വന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ? മിലിറ്ററി ആൻഡ് മിലിറ്ററി. അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി എങ്ങനത്തേതായിരുന്നു? എന്തൊക്കെയാണ്? കവാലറി, ഇൻഫാൻട്രി, എലിഫൻസ്. ഇതൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്ന മിലിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കി നോക്കൂ. നെക്സ്റ്റ് വന്നത് ഇറ്റ്സ് അബൌട്ട് എക്കണോമി അല്ലേ. സമ്പദ് വ്യവസായം വെച്ചിട്ട് അഗ്രികൾച്ചർ എന്തൊക്കെയാണ്? ഇറിഗേഷൻ, ക്രോപ്സ്, ഫാമിംഗ് ടെക്നിക്സ് ഒക്കെ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചന പദ്ധതി കേട്ടോ. ജലസേചനം, ക്രോപ്സ്, ഫാമിംഗ്, ഈ ടെക്നിക്സ് ഒക്കെ. ഇനി ട്രേഡ്, അന്നത്തെ കച്ചവടം എന്ന് പറഞ്ഞത് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടായിരുന്നു. പിന്നെ അന്നത്തെ ക്രാഫ്റ്റ്സിൽ പെട്ടത് എന്തൊക്കെയാണ്? ടെക്സ്റ്റൈല്, മെറ്റൽ വർക്കും, പോട്ടറീസും ഒക്കെയാണ്. പിന്നെ കറൻസി, അന്നുണ്ടായിരുന്ന കറൻസി എന്ന് പറയുന്നത് കോയിൻസും ടോക്കൺ കറൻസി ഇട്ട് നോട്ട് ചെയ്യണേ. കോയിൻസ് ആൻഡ് ടോക്കൺ കറൻസി. ഓക്കെ അല്ലേ? ഈ കൾച്ചറാണ് പറയാൻ പോകുന്നത്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. പിന്നെ അതായത് കുത്തബ് മീനാർ, റെഡ് ഫോർട്ട്. അതായത് ഇവർ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ അറിയപ്പെടുന്നത് മെയിനായിട്ട് ഉണ്ടാക്കിയത് എന്താണ്? കുത്തബ് മീനാറും റെഡ് ഫോർട്ടും ഒക്കെ ഉണ്ടാക്കിയതാണ് അല്ലേ. ദെൻ സൂഫി മൂവ്മെൻറ്റ്, അതായത് ഇസ്ലാമിക് മിസ്റ്റിസം. പിന്നെ നെക്സ്റ്റ് പേർഷ്യൻ ലിറ്ററേച്ചർ, ലൈക്ക് എന്താണ്? അമീർ ഖുസ്രു, ഹസൻ നിസാമി ഒക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞത് ഏതാണ്? സൂഫിയാണ് അല്ലേ. സൂഫി ഖവാലീസ് ആണ്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യാട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് ഈസ് ഡിക്ലൈൻ, അതിൻ്റെ ഇടിവ്. ആ ഒരു സാമ്രാജ്യത്തിൻ്റെ ഇടിവ് സംഭവിച്ചത് എങ്ങനെയാണ്? മൊഗൾ ഇൻവെൻഷൻ, പിന്നെ റീജിയണൽ കിങ്ഡംസ് ലൈക്ക് വിജയനഗര, രാജ്പുട്ടിൻ്റെ ഒക്കെ കിങ്ഡംസ് ഒക്കെ ഇവിടെ ഉണ്ടായി. പിന്നെ സക്സഷൻ ക്രൈസിസ്,
അവർക്ക് സക്സസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവൻച്വൽ ഡിക്ലൈൻ ആൻഡ് അബ്സോർപ്ഷൻ ഇൻ ടു മുഗൾ എംപയർ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, അന്ന് ഉണ്ടായിരുന്ന കുറച്ച് ഇവൻറ്റ്സ് ആണ്. ബാറ്റിൽ ഓഫ് ടെറൈൻ അത് നടന്നത് 1192 CE. നോട്ട് ചെയ്യേ, ബാറ്റിൽ ഓഫ് ടെറൈൻ 1192 CE. നെക്സ്റ്റ് കോൺക്വസ്റ്റ് ഓഫ് ബംഗാൾ എന്താണ് 1204 CE. ഇനി മംഗോൾസ് ഇൻവെൻഷൻ എന്നാണ് 1241 CE. ഇതൊക്കെ നോട്ട് ചെയ്യണേ. പിന്നെ ബ്ലാക്ക് ഡെത്ത് 1347 CE. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കി നോക്ക്, എന്തൊക്കെയാണ് വിജയനഗര കിങ്ഡം? എന്താണ് വിജയനഗര കിങ്ഡം? ആ ഒരു സമയം എന്ന് പറയുന്നത് എന്താണ്? 1336 to 1646 CE ആണ് അതിൻ്റെ കാലഘട്ടം. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ഹരിഹര ആൻഡ് ബുക്ക ബ്രദേഴ്സ് ഫ്രം ആന്ധ്രാപ്രദേശ്. പിന്നെ ഫൗണ്ടഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ തുംഗഭദ്ര റിവറിൻ്റെ തീരങ്ങളാണ് ഈ ഒരു ഇത് കണ്ടെത്തിയത്. അന്നത്തെ നോട്ടബിൾ റൂളേഴ്സ് എന്ന് പറഞ്ഞത് ആരാണ്? കൃഷ്ണദേവരായ 1509 to 1529 CE. ഓക്കെ, ഗ്രേറ്റസ്റ്റ് എംപറർ ആണ് കേട്ടോ നമ്മുടെ കൃഷ്ണദേവരായ ആൻഡ് പെട്രോൺ ഓഫ് ആർട്സ്. പിന്നെ ആരാണ്? അലിയാർ രാമരായ 1542 to 1565 CE. നോട്ട് ചെയ്യണേ. ലാസ്റ്റ് ഗ്രേറ്റ് എംപറർ ആണ് നമ്മുടെ അലിയാർ രാമരായ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഭരണം എങ്ങനെയായിരുന്നു അന്ന്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഗവർണേഴ്സ്, അതായത് നായകാസ് ആൻഡ് ലോക്കൽ ചീഫ്സ് ഉണ്ട്. പിന്നെ റവന്യൂ സിസ്റ്റം എന്തൊക്കെയാണ്? ലാൻഡ് ടാക്സും ട്രേഡ് ടാക്സും കേട്ടോ, കച്ചവട ടാക്സും പിന്നെ സ്ഥലത്തിൻ്റെ ടാക്സും. ഇനി അടുത്ത എക്കണോമി എന്താ നോക്കി നോക്കാം. അഗ്രികൾച്ചറിൽ ഇറിഗേഷനും ക്രോപ്സും, അതുമാതിരി ഫാമിംഗ് ടെക്നിക്സും. ട്രേഡ് ഏതൊക്കെ ഭാഗങ്ങളായിട്ട് അവർ ട്രേഡ് നടത്തിയിരുന്നത്? മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗങ്ങളായിട്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞത് നോക്കിക്കേ, ടെക്സ്റ്റൈല്, മെറ്റൽ വർക്കും, പോട്ടറി. നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം, അവരുടെ കൾച്ചറാണ് പറഞ്ഞത്. കൾച്ചർ എന്ന് പറഞ്ഞത് ഹിന്ദു റിവൈവാലിസം എന്ന് പറഞ്ഞാൽ ഹിന്ദു നവോത്ഥാനം എന്ന് ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. പിന്നെ തെലുങ്കു ലിറ്ററേച്ചർ ലൈക്ക് ആരുടെയാണ്? കൃഷ്ണദേവരായസിൻ്റെ എന്താണ് അമുക്ത മലയട എന്നിട്ടുള്ള ഒരു എന്താണ് റൈറ്റിംഗ് കേട്ടോ. ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞത് അന്നത്തെ മ്യൂസിക് കർണാട്ടിക് മ്യൂസിക്. ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത് ഹംപി ടെമ്പിൾ അതിന് ഉദാഹരണമാണ്. അതിൻ്റെ വിതാല ടെമ്പിളൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി അതിൻ്റെ ഇടിവ് എങ്ങനെ? ഡിക്ലൈൻ നോക്കാം. ഡിക്ലൈൻ ഇസ് കോസ്റ്റഡ് ബൈ ബാറ്റിൽ ഓഫ് ടലിക്കോട്ട. അത് നടന്നത് 1565 CE. നോട്ട് ചെയ്യുക. പിന്നെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, പിന്നെ എന്താണ് റീജിയണൽ കിങ്ഡംസ് ലൈക്ക് മൈസൂർ, മറാത്ത, ഇതിൻ്റെയൊക്കെ കോസസ് കൊണ്ടാണ് അതിന് ഡിക്ലൈൻ സംഭവിച്ചത്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മളുടെ ബഹ്മാനി കിങ്ഡം ആണ് കേട്ടോ. അത് 1347 to 1527 CE. നമ്മുടെ ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? ഹസൻ ഗംഗു ആൻഡ് അതായത് തുർക്കിഷ് നോബിളാണ് കേട്ടോ. ആൻഡ് നോട്ടബിൾ റൂളേഴ്സ് എന്ന് പറഞ്ഞത് ആരാണ്? മുഹമ്മദ് ഷാ 1358 to 1375 CE. നോട്ട് ചെയ്യാം. അത് നമ്മുടെ മുഹമ്മദ് ഷാ എന്ത് ചെയ്തു? എംപയർ എക്സ്പാൻഡ് ചെയ്തു. ഇനി എന്താണ്? ഫത്തുള്ള ഇമദുൽ മുൽക്ക്, അതെന്താണ് അവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1526 to 1527 CE. നോട്ട് ചെയ്യണേ. നമ്മളുടെ ഇദ്ദേഹമാണ് ലാസ്റ്റ് റൂളർ. ഓക്കെ അല്ലേ? നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പറയണം എങ്ങനെയാണെന്ന് നോക്കിയൊക്കെ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഗവർണേഴ്സ് ഉണ്ട്, വാലിസും, അതുപോലെ തന്നെ ലോക്കൽ ചീഫ്സും. പിന്നെ റവന്യൂ സിസ്റ്റം എന്ന് പറഞ്ഞത് ലാൻഡ് ടാക്സ്, ജിസിയ, അതായത് നോൺ മുസ്ലിംസിൻ്റെ മേലുള്ള ടാക്സ് ആണ് ജിസിയ. ഇത്രയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത് നോക്കി നോക്ക്. അടുത്ത അവിടുത്തെ എക്കണോമിയാണ് പറയുന്നത്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ, ക്രോപ്സ്, പിന്നെ ഫാർമിംഗ് ടെക്നിക്സ്. ട്രേഡ് എന്ന് പറഞ്ഞത് അവർ ട്രേഡ് കച്ചവടം നടത്തിയത് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. പിന്നെ അടുത്ത ക്രാഫ്റ്റ് എന്ന് പറഞ്ഞത് ടെക്സ്റ്റൈലും, മെറ്റൽ വർക്കും, പോട്ടറി. നോട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത കൾച്ചർ എന്ന് പറഞ്ഞത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, ദാറ്റ് ഈസ് ഗൽബർഗ ഫോർട്ടും പിന്നെന്താണ് പറയുന്നത്? ബിദാർ ഫോർട്ടും കേട്ടോ. പിന്നെ സുഫി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് മിസ്റ്റിസിസം. ദെൻ പെർഷ്യൻ ലിറ്ററേച്ചർ ആരൊക്കെയാണ്? പെർഷ്യൻ ലിറ്ററേച്ചർ ചെയ്ത ആളുകൾ അമീർ ഖുസ്രുവും ഹസൻ നിസാമി. ഓക്കെ അല്ലേ?
ഇനി അതിൻ്റെ ഡിക്ലൈൻ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായി, പിന്നെ എന്താണ് റീജിയണൽ കിങ്ഡംസ് ലൈക്ക് ബിജാപൂർ, ഗോൽക്കൊണ്ട, അഹമ്മദ് നഗർ ഒക്കെ വന്നു. പിന്നെ ഇവൻച്വൽ അബ്സോർപ്ഷൻ ഇൻ ടു മുഗൾ എംപയർ. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് നോക്കി നോക്കുക, എന്താണ് കമ്പാരിസൺ ബിറ്റ്വീൻ വിജയനഗര ആൻഡ് ബഹ്മാനി കിങ്ഡം. ഇവർ രണ്ടുപേരും കമ്പാരിസൺ നമ്മൾ നോക്കി നോക്കാം അല്ലേ. എന്താണ് ബോത്ത് കിങ്ഡംസ് എപ്പോഴാണ് എമേർജ് ചെയ്തത്? 14th century. നോട്ട് ചെയ്യണേ, ബോത്ത് കിങ്ഡംസ് ആർ എമേർജ് ഇൻ 14th century. ബോത്ത് ഹാഡ്, അവർക്ക് എന്ത് പറയാനാണോ? യെസ്, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻസ് ആണ് അല്ലേ. ആൻഡ് ബോത്ത് ഹാഡ് സിഗ്നിഫിക്കൻറ്റ് കൾച്ചർ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, നമ്മളിപ്പം കുറേ കണ്ടു അല്ലേ. ആൻഡ് ബോത്ത് ഡിക്ലൈൻ, അവരെങ്ങനെയാണ് അവരുടെ ആ ഒരു ഭരണത്തിൽ ഇടിവ് വന്നത്? ഇന്റേണൽ കോൺഫ്ലിക്ട്സും ആൻഡ് റീജിയണൽ കിങ്ഡംസും. ഓക്കെ അല്ലേ? ഇനി എന്താ വിജയനഗര ആ സമയത്തുണ്ട് കുറച്ച് ഈവൻറ്റ്സ് നോക്കി നോക്കാം നമുക്ക്. ബാറ്റിൽ ഓഫ് ടാലിക്കോട്ട എന്താണ് 1565 CE. പിന്നെ കോൺക്വസ്റ്റ് ഓഫ് ശ്രീരംഗപട്ടണം 1399 CE. ഓക്കെ അല്ലേ? ഇനി ബഹ്മാനിയിൽ കോൺക്വസ്റ്റ് ഓഫ് ഗൽബർഗ 1347 CE എഴുതി വെക്കണേ. ബാറ്റിൽ ഓഫ് പനാല 1373 CE. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യാട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് നമ്മളുടെ മുഗൾ എംപയർ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് എംപയർ തന്നെയാണ് മുഗൾ എംപയർ. അതിൻ്റെ കാലഘട്ടം 1526 to 1857 CE. ഓക്കെ, അതിൻ്റെ ഫൗണ്ടേഴ്സും നോട്ടബിൾ റൂളേഴ്സ് ആരൊക്കെയാന്ന് നോക്കുക. നമ്മളുടെ ബാബർ 1526 to 1530 CE. നമ്മളുടെ ഇതിൻ്റെ ഫൗണ്ടറാണ് കേട്ടോ, മുഗൾ എംപയറിൻ്റെ ഫൗണ്ടർ, സ്ഥാപകനാണ്, സെൻട്രൽ ഏഷ്യൻ റൂളറാണ് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഹുമയൂൺ 1530 to 1556 CE. ഇതാരാണ് ഹുമയൂൺ? യെസ്, സൺ ഓഫ് ബാർബർ ആണ് അല്ലേ. ഈ നമ്മുടെ ഈ ഒരു എംപയറിനെ എക്സ്പാൻഡ് ചെയ്തു നമ്മുടെ ഹുമയൂൺ. നെക്സ്റ്റ് ആളാണ് അക്ബർ. അക്ബർ എന്ന് പറഞ്ഞത് 1556 to 1605 CE. ഗ്രേറ്റസ്റ്റ് എംപറർ ആണ് കേട്ടോ. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. പിന്നെ നമ്മുടെ ജഹാംഗീർ 1605 to 1627 CE. ഇതാരെ സണ്ണാണ്? അക്ബറിൻ്റെ സണ്ണാണ്. ആർട്ടിസ്റ്റിക്സ് പാട്രണേജ്. പിന്നെന്താണ് നമ്മുടെ ഷാജഹാൻ അല്ലേ, ഷാജഹാൻ 1627 to 1658 CE. എന്താ ചെയ്ത ഷാജഹാൻ? യെസ്, he built Taj Mahal and Red Fort ഒക്കെ ബിൽഡ് ചെയ്തു അല്ലേ. ഇനി ഔറംഗസേബാണ് 1650 to 1707 CE. ആൻഡ് ലാസ്റ്റ് ഗ്രേറ്റ് എംപററാണ് നമ്മുടെ ആര്? യെസ്, ഔറംഗസേബ്. അദ്ദേഹം എന്ത് ചെയ്തു? എക്സ്പാൻഡ് ദ എംപയർ. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യാട്ടോ ആരൊക്കെയാണെന്നുള്ളത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇവരുടെ ഒരു ഭരണം എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്? സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇവരുടെ ഗവർണേഴ്സ് ഉണ്ട്, അതായത് സുബദാസ് ആൻഡ് ലോക്കൽ ഒഫീഷ്യൽ ലൈക്ക് തനഡാർസ് കേട്ടോ. പിന്നെ റവന്യൂ സിസ്റ്റംസ് എന്ന് പറഞ്ഞത് ലാൻഡ് ടാക്സ് ഉണ്ട്, അതായത് ജാഗീർ എന്നാണ് അതിൻ്റെ പേര്, ആൻഡ് ട്രിബ്യൂട്ട്സ്. പിന്നെ മിലിറ്ററി എന്ന് പറഞ്ഞത് കവാലറി, ഇൻഫാൻട്രി, പിന്നെന്താണ് ആർട്ടില്ലറിയാണ്. നെക്സ്റ്റ് നമുക്ക് എക്കണോമി നോക്കി നോക്കാം. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ, ജലസേചനം, ക്രോപ്സ്, ഫാമിംഗ് ടെക്നിക്സ് ഒക്കെ. പിന്നെ അവരുടെ ട്രേഡ് അവർ നടത്തിയത് മിഡിൽ ഈസ്റ്റും യൂറോപ്പും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടാണ്. അവരുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ്, മെറ്റൽ വർക്ക്, പോട്ടറി. പിന്നെ കറൻസി എന്ന് പറഞ്ഞത് റുപ്പിയും കോയിനും. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്ത് വെക്കുക, നല്ലതായിട്ട് റീഡും ചെയ്യാട്ടോ. ഇനി അടുത്ത് നോക്കിക്കുക, അവരുടെ കൾച്ചറാണ് പറയാൻ പോകുന്നത്. ഇൻഡോ ഇസ്ലാമിക് ആർട്ട് ലൈക്ക് താജ്മഹൽ, റെഡ് ഫോർട്ട്, പിന്നെ ഫത്തേപൂർ സിക്രി. ഇനി മുഗൾ പെയിൻറ്റിങ്സ് ലൈക്ക് മിനിയേച്ചർ ആർട്ട്. പിന്നെ ലിറ്ററേച്ചർ, പേർഷ്യൻ, ഉറുദു, ഹിന്ദിയിലൊക്കെ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ആയിരുന്നു കേട്ടോ. നോട്ട് ചെയ്യണ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ. ഇനി ഇവരുടെ ഇടിവ് എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം. ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, അതായത് സക്സഷൻ വാർസ്. പിന്നെ റീജിയണൽ കിങ്ഡംസ് ലൈക്ക് മറാത്ത, സിഖ്, രാജ്പുട്ട്. പിന്നെ ബ്രിട്ടീഷ് കോളനൈസേഷൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പിന്നെ ഇവൻച്വൽ ഡിസൊല്യൂഷൻ, ഇന്ത്യൻ റിബില്യൻ നടന്നു നോക്കിക്കോ 1857 CE. നോട്ട് ചെയ്യുക, എല്ലാം വായിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിക്കേ, സം ഇവൻറ്റ്സ് നോക്കി നോക്കാം. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 CE. നോട്ട് ചെയ്യണേ. ബാറ്റിൽ ഓഫ് ഹൽദിഘാട്ടി 1576 CE. മുഗൾ രാജ്പുട്ട് കോൺഫ്ലിക്ട്സ്. പിന്നെ എന്താണ് താജ്മഹൽ കൺസ്ട്രക്ഷൻ എന്താണ്
1630 to 1653 CE. ഇത്രയും കാലം എടുത്തിട്ടല്ലേ താജ്മഹൽ ഉണ്ടാക്കി. നെക്സ്റ്റ് നോക്കിയൊക്കെ നമ്മുടെ മുഗൾ എംപയർ ലേറ്റസ്റ്റ് നോക്കിയൊക്കെ ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ലൈക്ക് താജ്മഹൽ, റെഡ് ഫോർട്ട് ഒക്കെ. പിന്നെ ഇവരുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ, പേർഷ്യൻ, ഇസ്ലാമിക് ആണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം ലൈക്ക് സെൻട്രലൈസ്ഡ് ഗവേണൻസ് ആയിരുന്നു. പിന്നെ എക്കണോമിക് ഗ്രോത്ത് ലൈക്ക് നമ്മൾ ട്രേഡ്, അഗ്രികൾച്ചർ, ക്രാഫ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാട്ടോ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താ നോക്കിക്ക, ദ ബുക്ക് ഇൻ വിച്ച് ഓൾ ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ, ഭരണത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള അല്ലെ എഴുതപ്പെട്ടിട്ടുള്ള കൺട്രിയിൽ ആർ മെൻഷൻ ടുഗെദർ ഇൻ എ സിസ്റ്റമാറ്റിക് വേ ഇസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് അല്ലേ, ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അപ്പോൾ ആ ലോ ഒക്കെ നടപ്പിലാക്കാൻ ഭരിക്കാൻ ആര് വേണം? നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് നമ്മൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നു അല്ലേ. അങ്ങനെയാണ് ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ബൗണ്ട് ടു ക്യാരി ഔട്ട് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രി ആസ് പെർ ദ പ്രൊവിഷൻസ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഭരണം നടപ്പിലാക്കുന്നത്. ദ ജുഡീഷ്യറി ഹാസ് ബീൻ ഗിവൺ ദ പവർ ടു. അപ്പോൾ ആർക്കാണ് ഈ ഒരു നിയമങ്ങൾ, ലോസ് ഒക്കെ ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം കൊടുത്തേക്കുന്ന ജുഡീഷ്യറിക്കാണ് അല്ലേ. പിന്നെന്താണ്, യെസ്, ബൈ ദ ഗവർണൻസ് ആസ് നൾ ആൻഡ് വോയിഡ് ഓർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ, നോട്ട് ചെയ്യാട്ടോ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട്. നെക്സ്റ്റ് നോക്കിക്കേ, പ്രൊവിഷൻ. എന്താണ് പ്രൊവിഷൻ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് സിറ്റിസൺഷിപ്പ്, പിന്നെ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്, പിന്നെന്താ പറയുന്നത് പവേഴ്സ് ആൻഡ് എന്താണ് ജൂറിഡിക്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ റെസ്ട്രിക്ഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇലക്ഷൻ. നോട്ട് ചെയ്യാട്ടോ. ഇനി നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കാം. ഗവേണൻസ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മേക്കിംഗ് laws and taking decisions related to the day-to-day administration of the country അല്ലേ. നോക്കി, ഗവർണൻസ് ഈസ് അണ്ടർടേക്കൻ ബൈ ദ ഗവൺമെൻറ് ആണല്ലോ അല്ലേ, നോട്ട് ചെയ്യണേ. പിന്നെന്താണ്, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത പറയാൻ പോകുന്നത് പ്രോസസ് ഓഫ് മേക്കിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? യെസ്, 1946. നോട്ട് ചെയ്യാട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് നോക്കാം. ദ ലീഡേഴ്സ് ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻസിസ്റ്റഡ് ഓൺ ലോസ് ടു ബി മെയ്ഡ് ബൈ ദ ഇന്ത്യൻ ദെംസെൽസ്. പിന്നെ എന്താണ്, ഇന്ത്യക്കായിട്ട് ഓരോ ലോസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ എന്താണ്, എ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ് ചെയ്തു ടു പ്രിപ്പയർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ അല്ലേ. ഒരു കമ്മിറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ. ആൻഡ് ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്യാട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിനെ പറ്റി നമുക്ക് ഒന്നും കൂടി നോക്കാം. The representatives of the different provinces and the princely states were included in the Constituent Assembly. അപ്പോൾ അതിൽ എന്തുണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പല പ്രോവിൻസസും പ്രിൻസിലി ആയിട്ടുള്ള സ്റ്റേറ്റ്സിലൊക്കെയുള്ള ആളുകൾ അല്ലേ, റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിൻ്റെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. ഡോട്ട് ചെയ്യണേ. ആൻഡ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ വാസ് എ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്യാട്ടോ ഈ രണ്ട് നെയിംസ്. ആൻഡ് നെക്സ്റ്റ് വന്നത് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിന് കോൺട്രിബ്യൂഷൻ നോക്കാം. The draft of the Indian Constitution was prepared by ആരാ പ്രിപ്പയർ ചെയ്തത്? യെസ്, ബാബാ സാഹിബ് അംബേദ്കർ, and was presented to the Constituent Assembly. പിന്നെ he answered all the questions raised on the draft, made changes as per the suggestions of the Constituent Assembly, and made the Constituent flawless. പിന്നെന്താ, due to his contribution in making of the Indian Constitution, അതുകൊണ്ട് തന്നെ is called as what?
എന്താണ് ദ ആർക്കിടെക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ വരാണ്, ഹൂ ഈസ് ദ ആർക്കിടെക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാ പറയണ്ടേ? യെസ്, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, ദ ടാസ്ക് ഓഫ് ദ മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കംപ്ലീറ്റഡ്. എത്ര കാലം എടുത്തു കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ? കറക്റ്റ് നോട്ട് ചെയ്യാം, 2 years 11 months and 18 days ആണ് കേട്ടോ. 2 years 11 months and 18 days. കറക്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് എത്ര പാർട്ടുണ്ട്? 22 പാർട്ടും പിന്നെ 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂൾസും ആണുള്ളത്. ഓക്കെ. പിന്നെ പ്രോമിനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വർ ആരൊക്കെയാണ് പ്രോമിനൻറ്റ് മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി? നമുക്ക് നോക്കിയേക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഹൻസാബൻ മെഹ്ത ആൻഡ് അതേഴ്സ്. ഓക്കെ അല്ലേ? കറക്റ്റ് നെയിംസ് ഒക്കെ നോക്കി വെക്കണേ. പിന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നോക്കിക്കോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഇനാക്റ്റഡ് ഓൺ 26 November 1949 ആൻഡ് ഹെൻസ് 26 November ആണ് എന്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 26 November. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസ് ആണ് വരാൻ പോകുന്നത്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടില്ലേ ഫ്രീഡം കിട്ടാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെ നോക്കാം. ഏർലി റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1757 to 1857. ഓക്കെ അല്ലേ? അതായത് അത്രയും കാലം നീണ്ടു നിന്നു അല്ലേ? ഫസ്റ്റ് വൺ ഈസ് ബാറ്റിൽ ഓഫ് പ്ലാസി 1757. കറക്റ്റ് നോട്ട് ചെയ്യാട്ടോ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് വിക്ടറി മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. നെക്സ്റ്റ് ആണ് ശിപ്പായി മ്യൂട്ടിനി, അതായത് ശിപ്പായി ലഹള ഇല്ലേ, അതാണ് 1857. ഫസ്റ്റ് മേജർ അപ്രൈസിംഗ് ഈസ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിനെതിരെ ആദ്യം പുറപ്പെട്ടിട്ടുള്ള സമരമാണ് എന്ത്? ശിപ്പായി ലഹള, അതായത് ശിപ്പായി മ്യൂട്ടിനിറ്റി. പിന്നെ അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കണ്ടന്റ് വിത്ത് ബ്രിട്ടീഷ് റൂൾ. പിന്നെന്താണ്? ഗ്രീസ്ഡ് കാർട്രിഡ്ജസ്, പുവർ കണ്ടീഷൻസ്. അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ നോക്കിക്കോ. മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായ്, ധനിയ തോപ്പ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ, ആരൊക്കെ ലീഡേഴ്സ് എന്ന്. പിന്നെ അതിൻ്റെ ഒരു ഔട്ട്കം, അത് നടത്തിയപ്പോൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ സപ്രസ്ഡ് ആണ്. ആൻഡ് ബട്ട് സ്പാർക്ക് നാഷണൽ, സപ്രസ്ഡ് ആയി, പക്ഷെ അവിടെ എന്തുണ്ടായി? നാഷണാലിസം പൊട്ടിമുളച്ചു അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. നോക്കിക്കോ, 1885 to 1990. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് 1885. അത് ഫൗണ്ട് ചെയ്തത് A.O. ഹ്യൂം ആണ് കേട്ടോ. ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രൊമോട്ട് ഇന്ത്യൻ റൈറ്റ്സും സെൽഫ് റൂളും. പിന്നെ എന്താ ചെയ്യുന്നത്? അവരുടെ ഏർലി ലീഡേഴ്സ് ആണ് ദാദാഭായ് നവറോജി ആൻഡ് ലാലാജി ലജ്പത് റായ്. ഓക്കെ അല്ലേ? ഇനി സ്വദേശി മൂവ്മെൻറ്റ് എപ്പോഴാണ്? 1905. ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്. പിന്നെ കോസസ് എന്ന് പറഞ്ഞത് പാർട്ടീഷൻ, ബംഗാളിൻ്റെ പാർട്ടീഷനും പിന്നെ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും. പിന്നെ ലീഡേഴ്സ് എന്ന് പറഞ്ഞത് ആരൊക്കെ നോട്ട് ചെയ്തോ? രവീന്ദ്രനാഥ് ടാഗോറും ഔറംബിന്ദോ ഘോസും ആണ് കേട്ടോ. നെക്സ്റ്റ് നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ദാറ്റ് ഹാപ്പൻസ് ഇൻ 1920. ഇറ്റ്സ് ലെഡ് ബൈ ഹൂം? യെസ്, മഹാത്മാ ഗാന്ധി. ഓക്കെ ആണല്ലോ? കറക്റ്റ് നോട്ട് ചെയ്തൊക്കെ കേട്ടോ ഓരോരുത്തിൻ്റെയും ലീഡേഴ്സ്. ഓക്കെ. അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞത് അവിടെ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായില്ല? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായില്ലേ? ബ്രിട്ടീഷ് റിപ്രഷൻ ഉണ്ടായി. മെത്തേഡ്സ് അവരെങ്ങനെയൊക്കെയാണ് മെത്തേഡ്സ് ഈ ഒരു ഇന്ത്യൻ നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അവരെങ്ങനെയൊക്കെയാണ് നയിച്ചത്? സിവിൽ ഡിസൊബീഡിയൻസുമായി, പിന്നെ ബോയ്ക്കോട്ട്സ് ആൻഡ് നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നയിച്ചത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ ഗാന്ധിയൻ ഇറ എന്ന് പറയുന്നത് 1990 to 1948. കറക്റ്റ് നോട്ട് ചെയ്യണേ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഗാന്ധിജി നടത്തിയ ഒരു സോൾട്ട് മാർച്ചിനെ പറ്റി നമുക്ക് നോക്കാം. 1930. ഓക്കെ. ഗാന്ധീസ് മാർച്ച് അഗെയിൻസ്റ്റ് സോൾട്ട് ടാക്സിനെതിരെയുള്ള മാർച്ചാണ് സോൾട്ട് മാർച്ച്. ഓക്കെ. അന്ന് ഹാപ്പൻ ചെയ്ത 1930. അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾട്ട് ടാക്സും ബ്രിട്ടീഷ് മോണോപോളിയും. അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാർക്ക്ഡ് നാഷൻ വൈഡ് പ്രൊട്ടസ്റ്റുകൾ സ്പാർക്ക് ചെയ്തു അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. ഹാപ്പൻ ഇൻ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. നാഷണൽ വൈഡ് പ്രൊട്ടസ്റ്റ് തന്നെ. പിന്നെ അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് റിഫ്യൂസൽ ടു ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ്. പിന്നെ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് വയലൻസും ബ്രിട്ടീഷ് റിപ്രഷനും. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ നോൺ വയലൻസ് റെസിസ്റ്റൻസ്. ഗാന്ധിജീൻ്റെ ഫിലോസഫി
ആൻഡ് അഹിംസ, അതായത് നോൺ വയലൻസ്. പിന്നെ സത്യാഗ്രഹ, ട്രൂത്ത്, ഫോഴ്സ്. ഓക്കെ അല്ലേ? ഇത്രയൊക്കെയാണല്ലോ. നെക്സ്റ്റ് നോക്കിക്കുക, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾസിൻ്റെ ടൈം ലൈനാണ്. കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് 1757, പിന്നെ ശിപ്പായി മ്യൂട്ടിനിറ്റി 1857, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ടഡ് 1885, പിന്നെ സ്വദേശി മൂവ്മെൻറ്റ് നോട്ട് ചെയ്യുക 1905, പിന്നെ ജാലിയൻവാല ബാഗ് 1990, പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1920, സോൾട്ട് മാർച്ച് 1930, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942, പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് എപ്പോഴാണ്? 1947. ഓക്കെ, ഇന്ത്യ ഗെയിൻസ് ഇൻഡിപെൻഡൻസ് ഓൺ August 15. Yes, 1947. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കുക, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ് കേട്ടോ ഈ പറയാൻ പോകുന്നത്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടല്ലോ. ഏതൊക്കെയാ? യെസ്, നാച്ചുറൽ റിസോഴ്സ് പറയും മുന്നേ നമുക്ക് നോക്കാം. നമുക്ക് റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും ഒക്കെ ഉണ്ടല്ലേ. സോ അതിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി റെപ്ലേസ്ഡ് ബൈ നേച്ചുറലി. അതിന് എക്സാമ്പിൾ നമ്മുടെ സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ എനർജി, ജിയോതെർമൽ എനർജി, ബയോമാസ്, വാട്ടർ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? റിന്യൂവബിൾ റിസോഴ്സസ്. നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഈ നെക്സ്റ്റ് നോക്കിക്ക് എന്തൊക്കെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൻ നോട്ട് ബി റെപ്ലീനിഷ്ഡ് ബൈ നാച്ചുറലി, ലൈക്ക് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ, ഓയിൽ, ഗ്യാസ് ഒക്കെ. പിന്നെ മിനറൽസ് ലൈക്ക് അയൺ, കോപ്പർ, ഗോൾഡ് ഒക്കെ. ഓക്കെ, പിന്നെ ന്യൂക്ലിയർ എനർജിയും. ഓക്കെ അല്ലേ? ഇന്നൊക്കെ നമ്മുടെ ലാൻഡ് റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. യെസ്, ഫസ്റ്റ് വൺ ഇസ് സോയിൽ. അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സപ്പോർട്ട് പ്ലാന്റ് ഗ്രോത്ത്, ഫിൽറ്റേഴ്സ് വാട്ടർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ ഫോറസ്റ്റ് ആണ്. പ്രൊവൈഡ് ടിമ്പർ, ഫ്യൂവൽ, ഹാബിറ്ററ്റ് ഫോർ ആരൊക്കെ? ഒരുപാട് വൈൽഡ് ലൈഫിന് അല്ലേ. പിന്നെ മൗണ്ടെയിൻസ്, സോഴ്സ് ഓഫ് മിനറൽസ് ആണ്. പിന്നെ വാട്ടർ, ടൂറിസം. നെക്സ്റ്റ് ആളാണ് നമ്മുടെ പ്ലെയിൻസ്. ഇറ്റ് സപ്പോർട്ട് അഗ്രികൾച്ചറിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്താണ്? ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. ഓക്കെ ആണല്ലോ. യെസ്, നെക്സ്റ്റ് നമ്മുടെ വാട്ടർ ലാൻഡ് റിസോഴ്സ് പറയും. ഇനി വാട്ടർ റിസോഴ്സ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് വൺ ഇസ് റിവർ ആണ് അല്ലേ. റിവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ അല്ലേ. പിന്നെ ഇറിഗേഷൻ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. സോറി, ഇനി ലേക്സ് നോക്കി വെക്കാം. ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ട് എക്വാറ്റിക് ലൈഫ് അല്ലേ, ആൻഡ് റിക്രിയേഷൻ. പിന്നെ നമ്മുടെ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഫുഡാണ്. പിന്നെ എന്താണ്? മിനറൽസ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും ഓഷ്യൻ അല്ലേ. പിന്നെ ഗ്രൗണ്ട് വാട്ടർ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഡ്രിങ്കിങ് അല്ലേ. നമ്മൾ കിണറിന് വെള്ളം കുടിക്കുന്നില്ലേ, ദാറ്റ് ഈസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് ഇറിഗേഷൻ. നെക്സ്റ്റ് നമ്മുടെ മിനറൽ റിസോഴ്സസ് ഏതൊക്കെയാണ് നോക്കാം. അയൺ, ഫസ്റ്റ് വൺ ഈസ് അയൺ. നമ്മൾ സ്റ്റീൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടില്ല. ദെൻ കോപ്പർ, നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ് യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ജ്വല്ലറി, കോയിൻസിനൊക്കെ യൂസ് ചെയ്യുന്നു. ആൻഡ് കോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ. പിന്നെ ലാസ്റ്റ് വൺ ഓയിൽ. ഓയിൽ നമ്മൾ എന്താണ്? ഫ്യൂവലായിട്ട്, പ്ലാസ്റ്റിക്സ്, കെമിക്കൽസ്, ഇതിനൊക്കെ നിർമ്മാണത്തിലൊക്കെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇനി എനർജി റിസോഴ്സസ് ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഇസ് സോളാർ എനർജി, അതായത് റിന്യൂവബിൾ ആണ്, അത് ക്ലീൻ എനർജിയാണ് അല്ലേ. പിന്നെ വിൻഡ് എനർജി, അതും റിന്യൂവബിൾ ആണ്, ക്ലീൻ എനർജിയാണ്. പിന്നെ ഹൈഡ്രോ എനർജിയും റിന്യൂവബിൾ ആണ്, ക്ലീൻ എനർജിയാണ്. പിന്നെ ജിയോതെർമൽ എനർജിയും റിന്യൂവബിൾ ആണ്, ക്ലീൻ എനർജിയാണ്. പിന്നെ ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? റിന്യൂവബിൾ ആണോ? അല്ല, നോൺ റിന്യൂവബിൾ ആണ് കേട്ടോ. ആൻഡ് അത് പൊല്യൂട്ടിങ്ങും ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മളുടെ കൺസർവേഷൻ ഈ നാച്ചുറൽ റിസോഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാം? യെസ്, സസ്റ്റൈനബിൾ യൂസ്, നമുക്ക് റീസൈക്കിൾ ചെയ്യാം. അതേമാതിരി തന്നെ റിഡക്ഷൻ ഓഫ് വേസ്റ്റ് ആക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ എഫിഷ്യൻറ്റ് എനർജി, ആവശ്യത്തിന് മാത്രം എനർജി യൂസ് ചെയ്യുക, വെറുതെ എനർജി യൂസ് ചെയ്യരുത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ പോയിന്റ്സ് നമ്മൾ സാധാ അറിയുന്നതല്ലേ അതൊക്കെ. നെക്സ്റ്റ് നോക്കട്ടെ, എന്താണ് നമ്മുടെ എക്കണോമി, സമ്പദ് വ്യവസ്ഥ. നമുക്ക് എന്താ നോക്കി നോക്കാം. എക്കണോമിക് കോൺസെപ്റ്റ് ലൈക്ക് നമുക്ക് എന്തിനൊക്കെ? നീഡ്സ് ആൻഡ് വാണ്ട്സ് അല്ലേ. പിന്നെ സ്കേഴ്സിറ്റി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ്, പിന്നെ പ്രൊഡ്യൂസർ, കൺസ്യൂമർ ആൻഡ് ഗവൺമെൻറ്. ഓക്കെ അല്ലേ? അതിൻ്റെ കുറച്ച് ടേംസ് ആണ് നോക്കി വെക്കണേ. പിന്നെ എന്താണ് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് നോക്കി വെക്കാം. എന്തൊക്കെയാണ്? യെസ്, പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ കൺസപ്ഷൻ ഉണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ എക്സ്ചേഞ്ചിങ് ഉണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്മൾ ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ പ്രൈമറി? യെസ്, പ്രൈമറി എക്കണോമിക് ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് പെടാ? ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്തൊക്കെയാണ് പെടാ? യെസ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്, ക്വാറിങ്. ഇതൊക്കെ എന്താണ്? നമ്മളെ പ്രൈമറി എക്കണോമിക് ആക്ടിവിറ്റീസിൽ പെടാം.
ഇനി സെക്കൻഡറി എക്കണോമിക് ആക്ടിവിറ്റീസിൽ ആരൊക്കെയാ? ഇതൊക്കെ നമ്മൾ ചെയ്തു അല്ലേ, പ്രൈമറിയിലൊക്കെ ചെയ്തു. പിന്നെ ഇനി സെക്കൻഡറിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചറിങ് അല്ലേ, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷന്, അതായത് ബിൽഡിങ്സ്, റോഡ്സ്, ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ ഫുഡ് പ്രോസസ്സിങ്, അതായത് അതിൻ്റെ പാക്കേജിങ്, പ്രിസർവേഷൻസ്, പിന്നെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻസ്, പിന്നെ കെമിക്കൽ പ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആൾ ആരായിരിക്കും? ടെർഷറി. എന്താണെന്ന് നോക്കിയൊക്കെ ടെർഷറി എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്താക്കി. ഇപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിൽ നമ്മളിപ്പം ഫുഡ് കളക്ട് ചെയ്തു അല്ലേ, ഫസ്റ്റ് പ്രൈമറി അഗ്രികൾച്ചർ ചെയ്തിട്ട് ഫുഡ് എടുത്തു, പിന്നെ അതിൻ്റെ പാക്കേജിങ്, പിന്നെ അതിൻ്റെ സർവീസ് എടുത്തന്നെ, അതാണ് ഇവിടെ സർവീസസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രേഡ്, ടൂറിസം, ഇതൊക്കെ ഏതിലാണ് വരിക? ടെർഷറി എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ് ടു ദിസ് ഓക്കെ ആണല്ലോ, സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? സോ നോക്കിക്കേ, റൈറ്റ് ടു ഇക്വാലിറ്റി. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി. അത് ആർട്ടിക്കിൾ 14 to 18 ആണ്. നോട്ട് ചെയ്യുക, ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഇക്വാലിറ്റീസ്. എന്തിനൊക്കെയുള്ള ഇക്വാലിറ്റീസ് ആർ? ഇക്വാലിറ്റി ബിഫോർ ലോ, നോ ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, റൈറ്റ് ടു ഫ്രീഡം. അതായത് ആർട്ടിക്കിൾ 19 to 22. നോട്ട് ചെയ്യുക കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചും അതേപോലെ തന്നെ എക്സ്പ്രഷനും, പിന്നെ ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി. ഓക്കെ ആണല്ലോ ഇത് രണ്ടെണ്ണം. ഇനി നെക്സ്റ്റ് ചെയ്താൽ നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 23 to 24 ആണ്. പ്രോഹിബിഷൻ ഓഫ് വുമൻ ട്രാഫിക്കിംഗ് ആൻഡ് പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ, അതൊക്കെ അതിൽ പെട്ടതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 to 28 നോട്ട് ചെയ്യുക. അതായത് ഫ്രീഡം ടു പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് റിലീജിയൻ. പിന്നെ നെക്സ്റ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32. ഓക്കെ ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് വയലൻസ് ഓഫ് റൈറ്റ്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൺ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A പറയുന്നത് കേട്ടോ, നോക്കണേ. ആൻഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമുക്ക് നോക്കി നോക്കാം. ടു abide by the constitution. പിന്നെ എന്ത് ചെയ്യണം? ടു റെസ്പെക്ട് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ആന്തം. പിന്നെ എന്ത് ചെയ്യണം? ടു പ്രൊട്ടക്ട് ചെയ്യണം ആൻഡ് പ്രിസർവ് ദ നാച്ചുറൽ എൻവിറോൺമെൻറ്റ്. പിന്നെയോ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി. പിന്നെ ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടിനൊക്കെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം. ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ബ്രദർഹുഡ് അല്ലേ, സാഹോദര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ഒറ്റക്കെട്ടാണല്ലേ, നമ്മൾ ഇന്ത്യക്കാർ ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ. സോ ഇത്രയാണ് നമ്മളുടെ സോഷ്യലുള്ള ടോപ്പിക്സ് കേട്ടോ. സിമ്പിൾ ടോപ്പിക്സ് ആണ്. ടീച്ചറിന് കൂടെ തന്നെ പഠിച്ചിട്ടില്ലേ, എല്ലാം നോട്ട് ചെയ്തിട്ടില്ലേ? വേണം ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് കാണാം കേട്ടോ. സോ ഇത്രയുള്ള സോഷ്യൽ.